പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം നമ്മളെ കഴിഞ്ഞ എപ്പിസോഡിൽ തീർത്തു. അതിൽ സഖറിയായുടെ യേശുവിനെക്കുറിച്ചുള്ള പ്രവചനവും യോഹന്നാനെ പറ്റിയുള്ള മുന്നറിയിപ്പുകളുമൊക്കെ കൊടുക്കുകയാണ്. അതിലെ അവസാനത്തെ ഭാഗം നമ്മൾ എടുത്തത്. യോഹന്നാൻ വളർന്നു ഇസ്രായേലിന് വെളിപ്പെടുന്നത് വരെ അവൻ മരുഭൂമിയിലായിരുന്നു. ചിലർ പറയുന്നുണ്ട് മരുഭൂമിയിൽ യഹൂദ മതത്തിൻ്റെ തന്നെ ഭാഗമായ ഒരു സന്യാസ സമൂഹം ഉണ്ടായിരുന്നു, യസന്യർ. ഞാൻ നേരത്തെ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ മതപരമായ സാഹചര്യങ്ങളെല്ലാം നേരത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ വീഡിയോകളിൽ. അപ്പോൾ അതുപോലെ ആ യസന്യരുടെ കൂടെ ആയിരിക്കണം എന്ന് ഊഹിക്കുന്നവരാണ് പണ്ഡിതരിൽ വലിയൊരു വിഭാഗം. യോഹന്നാൻ അപ്പോൾ അവിടെ മരുഭൂമിയിൽ ദൈവ ശുശ്രൂഷ എന്ന് പറഞ്ഞ ദൈവത്തോടു കൂടിയായിരുന്നു, മാലാഖമാരോട് കൂടിയായിരുന്നു. അവിടെ എല്ലാം വന്യമായിട്ടുള്ള സ്ഥലത്ത് കൂടുതലും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ സ്വരം കൂടുതലും കേൾക്കുന്നതിന് ഏകാഗ്രതയോടെ ഇരിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് യോഹന്നാൻ കൂടുതൽ തീക്ഷ്ണതയുള്ളവനായി രംഗപ്രവേശം ചെയ്യുന്നത് പരസ്യ ജീവിതത്തിന് വേണ്ടി. നമുക്കിനി ലൂക്ക 2-ാം അധ്യായം യേശുവിൻ്റെ ജനനത്തെ പറ്റിയാണ് പറയുന്നത്. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഏകദേശം മനുഷ്യർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞു തരാനാണ് ശ്രമിക്കുന്നത്. വലിയ അഗാധമായ കാര്യങ്ങളൊന്നുമല്ല, സാധാരണപ്പെട്ട ഒരു ജ്ഞാനം എല്ലാവർക്കും ബൈബിളിനെ പറ്റി ഉണ്ടാകണം എന്നുള്ളത് ആണ് ആഗ്രഹിക്കുന്നത്. അതിന് തക്കവണ്ണമാണ് അതാണ് ഉള്ള കാര്യങ്ങളെ പറയുന്നുള്ളൂ. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണം എന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. ക്വിരീനിയോസ് സിറിയയിൽ ദേശാധിപതി ആയിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു. പേരെഴുതിക്കാനായി ഓരോരുത്തരും താന്താങ്ങളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിൻ്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലിയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിൻ്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടി പോയി. ആണ് ആദ്യത്തെ 5 വാക്യങ്ങൾ. മറിയം യേശുവിനെ ബേത്ലഹേമിൽ പ്രസവിക്കാനുള്ള പശ്ചാത്തലം ഉള്ള കാര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ കാരണം എല്ലാം വന്നു. അപ്പോൾ ഇവിടെ പറയുമ്പോൾ കാലഗണന ഉപയോഗിച്ച് അപ്പോഴത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെടുവിച്ച് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേരെഴുതി ചേർക്കപ്പെടണം, രജിസ്ട്രേഷൻ അറ്റസ്റ്റേഷൻ നടത്തപ്പെടണം, അതായത് അവരവരുടെ തന്നെ സ്ഥലങ്ങളിൽ. അപ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു എന്ന് പറയുമ്പോഴും ചരിത്രകാരന്മാരും ഒക്കെ പറയുന്നത് കാലഗണന ലൂക്കായ്ക്ക് കിട്ടിയത് തെറ്റായിരിക്കും എന്നാണ്. ഓരോരുത്തരും താന്താങ്ങളുടെ നഗരങ്ങളിലേക്ക് പോയി. അപ്പോൾ അത് അഗസ്റ്റസ് സീസറിൽ നിന്നാണ് ക്വിരീനിയോസ് സിറിയയിലെ ദേശാധിപതിയായിരിക്കും, ലെഗേറ്റ് എന്നുള്ള സ്ഥാനത്തിൽ ആയിരിക്കുമ്പോഴാണ് എന്നാണ്. അപ്പോൾ ഇവിടെ അഗസ്റ്റസ് BC 27 AD 14 വരെയാണ് അഗസ്റ്റസ് ഭരിച്ചിരുന്നത് എന്ന് കാണുന്നില്ല. ഒരു 30 മുതലെന്നും കാണുന്നുണ്ട്. ചില രേഖകളിൽ BC 30 മുതലെന്നും കാണുന്നുണ്ട്. അപ്പോൾ സെൻസസ് ആ കാലത്ത് 3 പ്രാവശ്യം നടന്നു. ഇവിടെ എപ്പോഴാണ് നടന്നതെന്ന് അതാണ് ഒരു സംശയം ചരിത്രകാരന്മാർ പറയുന്നത്. BC 28 ഒരു സെൻസസ് നടന്നു. അപ്പോഴങ്ങനെ അതുകൊണ്ടാണ് 30 തന്നെ അഗസ്റ്റസ്
30 മുതൽ ഉണ്ടെന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ 30 അത് കഴിഞ്ഞ് 29, 28 ഇങ്ങനെയാണ് വർഷങ്ങൾ വരുന്നത് BC. അപ്പോൾ 28 നടന്നെന്ന് കാണുന്നുണ്ട് രേഖകളിൽ. BC 8 നടന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ക്രിസ്തു ജനിച്ചത് BC 6 അല്ലെങ്കിൽ 4 ആയിരിക്കാനാണ് സാധ്യത. 4 എന്നുള്ളതാണ് നമ്മൾ പറയുക. കാരണം ഹെറോദേസ് മരിക്കുന്നത് 4 അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ സമയത്ത് 2 വയസ്സും അതിന് താഴെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലുന്നുണ്ട്. അപ്പോൾ ആ 4 ആ വർഷം തന്നെ ആയിരിക്കുകയില്ല. അപ്പോൾ അതിന് കുറച്ചുള്ള, അപ്പോൾ 6 എന്നുള്ളത് സ്വീകാര്യമാണെന്ന് നല്ല ഒരു കൂട്ടം ആളുകൾ അത് അഭിപ്രായപ്പെടുന്നുണ്ട്, പണ്ഡിതർ. അപ്പോൾ അഗസ്റ്റസ് BC 27, AD 14. ഇപ്പോൾ സെൻസസ് BC 8 കഴിഞ്ഞിട്ട് പിന്നെ AD 14 നടത്തുന്നുണ്ട്. അതായിരിക്കണം ഒരുപക്ഷെ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ തന്നെ 5 അധ്യായം 37 വാക്യത്തിൽ ഗമാലിയേൽ പറയുന്നത് പൗലോസിനെയൊക്കെ പത്രോസിനെയും കൂട്ടരെയും ശിഷ്യരെയും വിസ്തരിക്കുമ്പോൾ, യോഹന്നാനെയൊക്കെ വിസ്തരിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഒരു തൗദേസ് എന്നുള്ള ഒരാൾ ജനങ്ങളെ ഇളക്കി വിട്ട് റോമയ്ക്ക് എതിരായിട്ട് വിപ്ലവം ഉണ്ടാക്കി അവരുടെ കൂടെ ചേർന്ന് പുതിയ ഒരു സിദ്ധാന്തം അവർ രൂപീകരിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് ആയിരിക്കാം ഒരുപക്ഷെ AD 14 എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ ക്രിസ്തുവിൻ്റെ ജനനം അപ്പോഴല്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ലൂക്ക സുവിശേഷം എഴുതിയത് തന്നെ പലരിൽ നിന്നും ശേഖരിച്ച, കാരണം ദൃക്സാക്ഷികളൊക്കെ കൂടെ ആ ക്രിസ്തുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളല്ല. അപ്പോൾ അങ്ങനെ കിട്ടാവുന്ന ദൃക്സാക്ഷികളെ കൂടെ ഉണ്ടായിരുന്നവരിൽ നിന്ന്, ക്രിസ്തുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരിൽ നിന്ന്, പിന്നെ കൂടാതെ ചരിത്ര രേഖകൾ കിട്ടാവുന്നത്, അന്നൊക്കെ രേഖകൾ കുറവായിരുന്നു. അപ്പോൾ അത് കിട്ടാവുന്നത് പിന്നെ പാരമ്പര്യമായിട്ട് അറിയാവുന്ന വഴിയും പാരമ്പര്യം ഒക്കെ അന്വേഷിച്ച് അറിഞ്ഞ് അതൊന്ന് ക്ലിപ്തപ്പെടുത്തി ഒന്ന് അത് ഗണിക്കുകയായിരുന്നു കാലഗണന എടുത്തത്. അപ്പോഴങ്ങനെ വന്നപ്പോൾ അതിലുള്ള ഒരു തെറ്റ് പറ്റിയിരിക്കാം എന്നാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഈ ക്വിരീനിയസ് യൂദയ ഉള്ളപ്പോഴാണ് സിറിയയോടുകൂടെ, സിറിയ പ്രോവിൻസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്, പ്രവിശ്യ, അതിനോടുകൂടി യൂദയായെ ചേർത്തത്. അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പോൾ യൂദയായെ അങ്ങനെ ചേർക്കുന്നത് തന്നെ ഹെറോദേസിൻ്റെ കാലത്തല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതെല്ലാം ആ രേഖ എല്ലാം തെറ്റുന്നുണ്ട്. അത് നമുക്ക് പ്രത്യേകമായിട്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് പേരെഴുതിക്കാനായി ഓരോരുത്തരും താന്താങ്ങളുടെ നഗരത്തിലേക്ക് പോയി. അപ്പോൾ ഇങ്ങനെ എടുക്കുന്നത് തന്നെ ഒരുപക്ഷെ രണ്ടാമതൊരു സെൻസസ് നടന്നിരിക്കാൻ സാധ്യതയുണ്ട്. ക്വിരീനിയസ് രണ്ടാമത് വന്നപ്പോൾ, അല്ലെങ്കിൽ ക്വിരീനിയസ് അതിന് മുൻപ് ഉണ്ടായിരിക്കണം, 10 മുൻപേ ദേശാധിപതി ലഗേറ്റ് ആയിരുന്നിരിക്കണം, പോയിട്ട് രണ്ടാമത് വീണ്ടും വന്നതായിരിക്കണം ഈ സമയത്ത്. അപ്പോൾ അതിനൊന്നും വ്യക്തമായിട്ടുള്ള രേഖകളൊന്നും ഇല്ലെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എന്തായാലും അങ്ങനെ വന്നപ്പോൾ സിറിയൻ പ്രവിശ്യയിലുള്ള, അപ്പോൾ യൂദയാതിലാണല്ലോ ഉള്ള ഒരു പേരെഴുത്ത് നടന്നിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം നികുതി പിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഓരോരോ പ്രദേശത്തും ഉള്ളവരുടെ അറ്റസ്റ്റേഷൻ നടത്തിയിട്ട് നികുതി പിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പേരെഴുതിക്കാൻ കുറച്ച് താന്താങ്ങൾ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിൻ്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായതിനാൽ എഴുതിക്കാനായി ഗലീലിയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിൻ്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടു കൂടി പോയി. ഇവിടെ ലൂക്കായ അതുപോലെ തന്നെ അവതരിപ്പിക്കുന്നത് യേശു പിറക്കുന്നത് ബേത്ലഹേമിലായിരിക്കണം, ബേത്ലഹേമിലാണ്
ദാവീദിൻ്റെ പട്ടണമാണ്, ദാവീദിൻ്റെ പിന്തുടർച്ചാവകാശിയാണ്. ആ രാജ്യത്വം നിലനിൽക്കുന്നു ക്രിസ്തുവിലൂടെ, യേശുവിലൂടെ അത് തുടരുകയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും കൂടെ അവിടെ ഉറപ്പിക്കേണ്ടിയിരിക്കുന്ന കാര്യം. ഇപ്പം ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തായിരിക്കണം അദ്ദേഹം അങ്ങനെ എഴുതിയതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലം, ഈ അഗസ്റ്റസ് സീസറിൻ്റെ കാര്യം പറയുമ്പോൾ, അഗസ്റ്റസിൻ്റെ യഥാർത്ഥ പേര് അഗസ്റ്റസ് എന്ന് പറയുമ്പോൾ ദൈവം ആയവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഒക്ടേവിയൻ എന്നാണ് യഥാർത്ഥ പേര്. അത് പേര് അഗസ്റ്റസ് എന്ന അദ്ദേഹം സ്വീകരിച്ചു. അതിനർത്ഥം ദൈവമായവൻ എന്ന അർത്ഥത്തിലുള്ള അഗസ്റ്റസ് എന്ന പേരാണ് അദ്ദേഹം സ്വീകരിച്ച് അത് മാറ്റി. അപ്പം AD 6 ആണ് ഈ കാലം എന്ന് ക്വിറീനിയസും ഭരിച്ചത് അങ്ങനെയാണെന്നാണ് ഇവിടുത്തെ ഈ ലൂക്ക പറയുന്നത്. ഇവിടെ കാലഗണനയിൽ തെറ്റുണ്ട്. അപ്പോൾ അദ്ദേഹം ഇത് ഭരിച്ച ഈ അഗസ്റ്റസിന് ആ പേര് അഗസ്റ്റസ് എന്നുള്ള പേര് ഒക്ടേവിയൻ സീസർ സ്വീകരിച്ചത് ദൈവമായവൻ. കാരണം അന്ന് സീസർ ദൈവമാണ്, ദൈവത്തിൻ്റെ അവതാരമാണ് എന്നൊക്കെ ജനങ്ങൾ അത് വിശ്വസിച്ചിരുന്നു, അവർ വിശ്വസിപ്പിച്ചിരുന്നു. അങ്ങനെ വേണമെന്നായിരുന്നു. അപ്പം അഗസ്റ്റസിനെ ആരാധിക്കണം, അപ്പോൾ സീസറിനെ ആരാധിക്കണം, പൂജകൾ നടത്തണം, ബലിയർപ്പണം നടത്തണം, ഇതെല്ലാം അവിടെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അപ്പം ഞാൻ അന്നത്തെ യേശുവിൻ ജനിക്കുമ്പോഴുള്ള സാഹചര്യങ്ങൾ, മതപരമായ രാഷ്ട്രീയപരമായ സാഹചര്യങ്ങളൊക്കെ വീഡിയോ ചെയ്തിരിക്കുമ്പോൾ അതിൽ രണ്ടിലും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും കൂടുതലായിട്ട് അതിനെ വിശദീകരിക്കേണ്ടല്ലോ. അപ്പോൾ ഇവിടെ അവർ യോസഫും മറിയവും കൂടെ പോകുന്നത് നസ്രത്തിൽ നിന്നാണ് ബേത്ലഹേമിൽ പോകുന്നത്. ഏതാണ്ട് 160 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് അവർക്ക് സഞ്ചരിക്കേണ്ടുന്നത്. അപ്പോൾ അവിടുന്ന് ബേത്ലഹേമിൽ ജെറുസലമിലേക്ക് ആണെങ്കിൽ 6 or 7 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ അത്രയും ദൂരമാണ് അവിടുന്ന് സഞ്ചരിച്ച് പോകുന്നത്, പൂർണ്ണ ഗർഭിണിയായ ഭാര്യയും കൊണ്ട്. അപ്പോൾ ഇവിടെ ഈ അഗസ്റ്റസ് അവളുടെ ദൈവമാണ്, രക്ഷകനാണ്, അല്ല പ്രൊട്ടക്ടർ, സേവിയർ ഒക്കെ ആണ് എന്നൊക്കെയാണ് വിവക്ഷ. അങ്ങനെയാണ് അദ്ദേഹം ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിരുന്നത്. അങ്ങനെയുള്ള പേര് സ്വീകരിച്ച്, അഗസ്റ്റസ് എന്നുള്ള പേര് സ്വീകരിച്ച്. അപ്പോൾ ലൂക്ക ഇവിടെ പറയുന്നതിൻ്റെ പ്രധാന കാര്യം, ആ ഭരണകാലത്തെന്ന് പറയുമ്പോൾ, ഭരണത്തിൻ്റെ ആദ്യകാലത്തെന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഈ രക്ഷകനല്ല, ഈ പൊളിറ്റിക്കലി രക്ഷകൻ അല്ല. അപ്പോൾ അന്ന് ഈ യഥാർത്ഥ രക്ഷകൻ വരും സർവ്വജനതകൾക്കും വേണ്ടിയുള്ള, ജനതകൾക്കും വേണ്ടി, ഭൂമി മുഴുവനുമുള്ള സർവ്വത്തിനും വേണ്ടിയുള്ള, പ്രപഞ്ചത്തിനും എല്ലാത്തിനും വേണ്ടിയുള്ള ഒരു രക്ഷകനാണ്. അത് യേശുവാണ് പിറന്നിരിക്കുന്നത്. അത് ദാവീദിൻ്റെ വംശത്തിൽ രാജാവായിട്ട് പിറന്ന യേശു തന്നെയാണ് എന്ന് അവിടെ കമ്പയർ ചെയ്ത് പറയാനാണത്. മറ്റേ പൊളിറ്റിക്കലി ഒരു രക്ഷകൻ, യുദ്ധത്തിലും എല്ലാം അങ്ങനെ അവിടെ എല്ലാം ഒരു അടിച്ചമർത്തി, എല്ലാം എതിർപ്പുകളെല്ലാം അടിച്ചമർത്തി അവിടെ സമാധാനം സ്ഥാപിക്കുന്നു. അപ്പോൾ പാക്സ്
അഗസ്റ്റ എന്ന് പറയും ഒരു ഫ്രൈസ് തന്നെ അവിടെ ഉണ്ടായിരുന്നു. കാരണം അഗസ്റ്റസിൻ്റെ കാലത്ത് അവിടെ റോമൻ ലോകത്ത് സാമ്രാജ്യത്തിൽ മുഴുവനും സമാധാനം നിലനിന്നിരുന്നു എന്നുള്ളതാണ്. അവിടെ ആരും അങ്ങനെ വിപ്ലവമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ ഉള്ളത് ഇവിടെ യൂദയായിൽ തന്നെയായിരുന്നു വല്ലപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. കാരണം യഹൂദർക്ക് അത് ഒട്ടും ദഹിക്കാത്ത ഒരു കാര്യമാണ് മറ്റൊരു ദൈവം, മറ്റൊരു വിമോചകൻ എന്നുള്ളത്. അപ്പോൾ ഇവിടെ വിമോചകൻ, യഥാർത്ഥത്തിലുള്ള വിമോചകൻ യേശു തന്നെയാണ് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അതിനുവേണ്ടിയാണ് ലൂക്ക ഇവിടെ ഈ കാലഗണനയൊക്കെ ഇതനുസരിച്ച് അങ്ങനെ വന്നത്. അപ്പോൾ ലൂക്കയുടെ ഉദ്ദേശം ഇതാണെന്ന് പറഞ്ഞല്ലോ. അതായത് യഥാർത്ഥത്തിലുള്ള സമാധാനം ലോകത്തിന് വാഗ്ദാനം ചെയ്യുന്ന ആ ഒരു രക്ഷകനുണ്ട്. അത് ഈ കാണുന്ന പൊളിറ്റിക്കൽ ലീഡറല്ല എന്നുള്ളതാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഇത് അങ്ങനെ ബേത്ലഹേമിൽ പോയി അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയം അടുത്തു. അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. അപ്പോൾ ബേത്ലഹേമിൽ ആയിരിക്കുമ്പോൾ അവിടെ ചെന്നപ്പോൾ അവൾക്ക് പ്രസവം അടുത്തു. അങ്ങനെ അവർക്ക് സത്രത്തിൽ അവർക്ക് സ്ഥലം കിട്ടിയില്ല. അതുകൊണ്ട് കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു, പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി എന്ന് പറയുന്നു. അപ്പോൾ ഈ ഇവിടെ പല കാര്യങ്ങളും അതിനെ വിശദീകരിക്കേണ്ടതുണ്ട്. കടിഞ്ഞൂൽ പുത്രന് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ചിലർ പറയുന്നുണ്ട് കടിഞ്ഞൂൽ പുത്രനെ എന്ന് പറയുമ്പോൾ ചില കൂട്ടർ അങ്ങനെ പറയുന്നുണ്ട്, വിഭാഗക്കാർ. മറിയത്തിന് വേറെയും മക്കളുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ കടിഞ്ഞൂൽ പുത്രനാണ് യേശു എന്നുള്ളത് പറയുന്നുണ്ട്. അവിടെ ബൈബിളിൽ ഇത് പറഞ്ഞിരിക്കുന്നതിനെ അവർ പലതും എല്ലാം തന്നെ അവർ വളച്ചൊടിച്ച് പലതും തങ്ങൾക്കുള്ള നിലനിൽപ്പിന് വേണ്ടി പലതും പറയുന്നുണ്ട്. പിന്നെ കത്തോലിക്ക സഭയ്ക്ക് എതിരായിട്ട് വാക്കി തീർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെയുള്ള ഒരു കാര്യമാണിത്. അപ്പം ഇതിൽ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. പിന്നെ അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണസത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. കടിഞ്ഞൂൽ പുത്രനെയാണ് പ്രസവിച്ചത് എന്നുള്ളത് ഇവിടെ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നത്. അതിനൊരു ലൂക്കായ്ക്ക് പ്രത്യേക ഉദ്ദേശമുണ്ട്. കടിഞ്ഞൂൽ പുത്രനാണ് ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ്, ദൈവത്തിൻ്റെ അവകാശികളാണ്, ദൈവത്തിന് അവകാശമുള്ളവരാണ്. അവർ ദൈവത്തിന് സമർപ്പിക്കണമെന്ന് ഉൽപ്പത്തി 27 പറയുന്നുണ്ട്. പുറപ്പാട് 13:2 ഒന്നെടുത്ത് വായിക്കാം. ആ 13:2 കർത്താവ് മോശയോടെ കൽപ്പിച്ചു, ഇസ്രായേലിലെ ആദ്യ ജാതരെയെല്ലാം എനിക്കായി സമർപ്പിക്കുക. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകൾ എനിക്കുള്ളതാണ്. അപ്പോൾ അങ്ങനെ കടിഞ്ഞൂൽ പുത്രൻ പുത്രർ അത് ദൈവത്തിനുള്ളതാണ്. മനുഷ്യരുടെയും മൃഗങ്ങളെയല്ല. മനുഷ്യരുടെ കാര്യമാണല്ലോ നമുക്ക് പ്രധാനമായിട്ട് നോക്കേണ്ടുന്നത് ഇവിടെ. അപ്പോൾ അങ്ങനെ യേശു ആദ്യജാതനാണ്. അതിനു മുൻപ് വേറെ മക്കളില്ല. അത് ദൈവത്തിനുള്ളതാണ്. യേശു ദൈവത്തിൻ്റെ സ്വന്തമാണ് എന്ന് കാണിക്കാനും കൂടാണ് ഇവിടെ കടിഞ്ഞൂൽ പുത്രൻ എന്നുള്ള ആ സംജ്ഞ
വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അപ്പോൾ അതിന് ശേഷം വേറെ മക്കൾ ഉണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നവർ അവർ കൂടുതലും പറയുന്നത് അവന് മത്തായി 1:25 മർക്കോസിൻ്റെ സുവിശേഷം 6:3 ഇതൊക്കെ പറയുന്നുണ്ട്. അവരെ സഹോദരന്മാരെ പറ്റി 6:3 മർക്കോസ് പറയുന്നുണ്ട്. യേശുവിൻ്റെ സഹോദരങ്ങളെല്ലാം ഇവിടെ, സഹോദരിമാരെല്ലാം ഇവിടെ ഉണ്ടല്ലോ ഒന്ന് മത്തായി 1:25 പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞില്ല, അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. അപ്പം പ്രസവിക്കുന്നത് വരെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ശാരീരിക ബന്ധമില്ല, വേഴ്ചയില്ല ശാരീരിക വേഴ്ചയില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് ഉണ്ടാകാം എന്നാണ് ഈ കൂട്ടർ പറയുന്നത്. അത് തീർത്തും തെറ്റാണ്. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധിയായിട്ട്, ദൈവത്തിൻ്റെ അത്യുന്നതൻ്റെ പരിശുദ്ധൻ ജനിക്കുന്നതിന്, പരിശുദ്ധന് ജീവൻ കൊടുക്കുന്നതിന്, വളർത്തുന്നതിന് തിരഞ്ഞെടുത്ത ഉദരം അല്ലെങ്കിൽ ശരീരം മറ്റ് ഒരു അശുദ്ധമായ രീതിയിൽ മറ്റാർക്കും ഉപയോഗിക്കാൻ പാടില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധമായ സ്ഥലത്ത് മറ്റാർക്കും പ്രവേശിക്കാൻ സാധിക്കുകയില്ല, മറ്റൊന്നും സാധിക്കുകയില്ല എന്നുള്ളത് ആ തത്വം പൊതുവേ ഉള്ള ഒരു സാധാരണ ഒരു ദൈവ ശാസ്ത്ര തത്വമാണ്. എല്ലാവർക്കും അത് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, മനഃപൂർവ്വം പറയുന്നു. പിന്നെ ഒന്നുകൂടെ ഞാൻ പറയാനുണ്ട്. പരിശുദ്ധ കന്യാമറിയത്തോട് ഉള്ള വിരോധം എന്ന് പറയുമ്പോഴാണ്, കന്യാമറിയത്തോടെ വിരോധം വയ്ക്കുന്നത് കൂടുതൽ സാത്താനാണ്. ആദ്യം ഏറ്റവും എന്നത് കന്യാമറിയത്തെ ആണ്, സാത്താന് ആ വിരോധം ആണ്. അപ്പോൾ അപ്പം സാത്താൻ്റെ ആ തന്ത്രത്തെയാണ്, ആ ബോധനത്തെയാണ് അവർ ഇഷ്ടപ്പെടുന്നത് എന്ന് പറയാനേ പറ്റത്തുള്ളൂ. അത് അവർ സ്വീകരിക്കുന്നത് എന്തിനാ? കത്തോലിക്ക സഭയിലുള്ള വിരോധത്തിന് ഇതെല്ലാം ആയുധമാക്കുന്നു. ഇതെല്ലാം കൂടെ അവർ സ്വീകരിക്കുന്നത് അതെന്തിനാണ്? അതിൻ്റെ ആവശ്യം സ്വന്തം നിലനിൽപ്പ് തന്നെ, അല്ലാതെ വേറെയൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ പറഞ്ഞ ഇത് സംഖ്യാപുസ്തകം 3:12 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ഈ കടിഞ്ഞൂൽ അവകാശം പറയുന്നുണ്ട്. നിയമാവർത്തനം 21:15 മുതൽ 17 വരെയുള്ള ഭാഗങ്ങളും ചുരുക്കം പലയിടത്തുണ്ട്. അത് 2-3 ഭാഗം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിലും പറയുന്നുണ്ട് കടിഞ്ഞൂൽ പുത്രൻ്റെ അവകാശം മറ്റുള്ളവർക്ക് കൊടുക്കുന്നെങ്കിൽ അവൻ വിരോധി, അത് ഉപേക്ഷിച്ച ഭാര്യയുടെ പുത്രനാണ് കടിഞ്ഞൂൽ പുത്രൻ, ആ പുരുഷനുണ്ടായത്, ആദ്യത്തെ സന്താനം. എങ്കിൽ തന്നെയും രണ്ടാമത് വേറൊരുത്തിയൊക്കെ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചെങ്കിലും തന്നെയും ആദ്യത്തെ ആ മകന് കടിഞ്ഞൂൽ പുത്രനാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഓഹരിയുടെ രണ്ട് ഭാഗം കൊടുക്കുക. അവർക്ക് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ 2 ഭാഗം കൊടുക്കണമെന്നാണ്. അപ്പോൾ കടിഞ്ഞൂൽ പുത്രൻ്റെ അവകാശം പ്രത്യേക കൂടുതലുണ്ട്. അപ്പോൾ അതാണ് ദൈവം ഇവിടെ യേശുവിൻ്റെ പേരിലും സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറയാനാണ് ഇവിടെ ലൂക്ക ദൈവത്തിൻ്റെ സ്വന്തമാണ് എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി നിറവേറ്റുന്നതിന് ഇപ്പം നമ്മൾ ഒന്ന് പറഞ്ഞു നിർത്തിയതാണ്. പദ്ധതി നിറവേറ്റുന്നതിന് ദൈവം തിരഞ്ഞെടുത്തതാണ് യേശുവിനെ. തിരഞ്ഞെടുത്തതല്ല, ദൈവം തന്നെ ആയതാണ് യേശു. അപ്പോൾ അതായത് ഉദാഹരണം, ഇപ്പോൾ പഴയ നിയമത്തിൽ സൈറസ് യേശയ്യ 44:28-45 വരെയുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്. സൈറസിനെ ഉപയോഗിക്കുന്നു. ദൈവം ഒരു പ്രത്യേക നിയോഗത്തിനുണ്ട്. ദൈവജനത്തെ അവിടുന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി, അവർക്ക് വേണ്ടുന്ന അവരുടെ പുരോഗതിക്ക് വേണ്ടിയത് ചെയ്യുന്നതിന്, അവരുടെ അടിമത്തം നിർത്തലാക്കി ചെയ്യുന്നതിന് വേണ്ടി. അതുപോലെ ഇത് ഒരു ഹോൾ വേൾഡ്, ലോകം മുഴുവനും വേണ്ടി, റോമൻ വേൾഡ് മാത്രമല്ല, ലോകം മുഴുവനും വേണ്ടി അങ്ങനെ ദൈവം തിരഞ്ഞെടുത്തതാണ് യേശുവിനെ.
യേശുവിൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി തിരഞ്ഞെടുക്കാനായിട്ട് രക്ഷകനെ അയച്ചതാണ് എന്നുള്ളതും കൂടെ അവിടെ വ്യംഗ്യമാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടു കടിഞ്ഞൂൽ പുത്രൻ്റെ അവകാശവും സ്ഥാനമാനങ്ങളുമെല്ലാം അവിടെ യേശുവിനും അവിടെ അത് നിവർത്തിയാകുന്നു. യേശുവിലും അത് തന്നെ അർഹതയുള്ളതാണ് എന്നുള്ളതാണ് ഇവിടെ കാണിക്കാൻ വേണ്ടിയാണ് ഈ വാക്കുകൾ ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചത്. അതുവരെ അവൻ അറിഞ്ഞില്ല എന്ന് കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അപ്പോൾ അവിടെ അവനെ മത്തായി പറയുന്നത് അവിടെ അറിഞ്ഞില്ല, കടിഞ്ഞൂൽ പുത്രനെയാണ് പ്രസവിച്ച് ബാക്കിയുള്ള കാര്യം പറയുന്നില്ല എന്നൊക്കെ ഓരോരുത്തർ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. ഈ കർത്താവിൻ്റെ യേശുവിൻ്റെ ഈ കടിഞ്ഞൂൽ അവകാശം, അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹവും എല്ലാ ശ്രേയസ്സും എല്ലാം യേശുവിൽ അടങ്ങിയിരിക്കുന്നു, യേശുവിലാണ് ഉള്ളത് എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ വേറെ മക്കളുണ്ട്, വേറെ ഭർത്താവുണ്ട് മറിയത്തിന് എന്നൊന്നും കാണിക്കാനല്ല. ചുമ്മാതെ വളച്ചു കെട്ടി നമുക്ക് എന്തെങ്കിലും പറയുന്നതിന് വേണ്ടി, തങ്ങളുടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി സംരക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയാം. ഇനി പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞു കിടത്തി, അത് തെറ്റായിട്ട് പലപ്പോഴും പറയുന്നതും ഒരു വ്യാഖ്യാനിക്കുന്നതുമാണ്, വിശദീകരിക്കുന്നതുമാണ് ചിലർ. അപ്പോൾ അത് പിള്ളക്കച്ചകളെ കൊണ്ട് പൊതിഞ്ഞാണ് കുഞ്ഞുങ്ങളെ കിടത്തുന്നത് എന്ന്. അത് എല്ലാ കുഞ്ഞുങ്ങളും ഇവിടെ വിസ്ഡം ജ്ഞാനം 7:4 മുതൽ 6 വരെ ഉള്ള വാക്യത്തിൽ സോളമൻ്റെ കാര്യം പറയുന്നുണ്ട്. ഞാനും മറ്റുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും പോലെ തന്നെ ഞാനും ജനിച്ചു, പിള്ള കച്ചയിൽ പൊതിഞ്ഞ് ഇരുന്ന എന്നെ വളരെ ഗൗരവത്തോടു കൂടി വളരെ അവർ സുരക്ഷിതമായിട്ട് എന്നെ പരിചരിച്ചു എന്ന് പറയുന്നു. ആ വാക്കുകൾ ഇപ്പോൾ എടുത്ത് വായിക്കുന്നില്ല, സമയം പോകണ്ടെന്ന് വെച്ച്. അതുകൊണ്ട് അത് അപ്പം അങ്ങനെ ജ്ഞാനം പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. പിള്ളക്കച്ച കൊണ്ടല്ല എല്ലാവരെയും പോലെ തന്നെ എന്നാണ് അവിടെ പറയുന്നത്. ലേഡ് ഹിം പിന്നെ എന്നിട്ട് എവിടെ കിടത്തിയ ഇത് യേശുവിനെ ഒരു ഫീഡിങ് ട്രഫ് ഫോർ ആനിമൽസ് എന്നാണ് ഇത് പുൽത്തൊട്ടി എന്ന് പറയുന്നത്. പുൽത്തൊട്ടി എന്ന് പറയുന്നത് സത്രത്തിലുമൊക്കെ ആളുകൾ അവിടെ വരുമ്പോൾ അവരുടെ വാഹനങ്ങളും കൊണ്ടാണ് വരുന്നത്. എന്തോ വാഹനം അന്നത്തെ മൃഗങ്ങളാണ്. ആ മൃഗങ്ങളെ അവിടെ പരിപാലിക്കുന്ന സത്രത്തിൽ കെട്ടുന്നതിനുമൊക്കെ ഉള്ള സ്ഥലമുണ്ട്. അതിനുള്ള തീറ്റയും വയ്ക്കാനുള്ള പ്രത്യേകിച്ച് ഒരു പുൽത്തൊട്ടിയുണ്ട് അവിടെ. ആ പുൽത്തൊട്ടിയിലാണ് യേശുവിനെ പ്രസവിച്ചിട്ട് ആ പുൽത്തൊട്ടിയിലാണ് കൊണ്ട് കിടന്നത്, അല്ലാതെ തൊഴുത്തിലല്ല. എല്ലാവരും ഇതിപ്പോൾ പറയുന്ന പോലെ നമ്മൾ അത് ആദ്യമായിട്ട് പുൽക്കൂട് നിർമ്മിച്ചപ്പോൾ ആരെങ്കിലും അങ്ങനെ ഫ്രാൻസിസ് സിസി ആണോയെന്ന് തോന്നുന്നു ക്രിബുണ്ടാക്കി. അപ്പോൾ അവിടെ അന്ന് മൃഗങ്ങളെയൊക്കെ രൂപങ്ങളോ പ്രതിമകളോ വല്ലതും വെച്ചോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ, മൃഗങ്ങളെ കൊണ്ട് കെട്ടിയിരുന്നോന്നൊന്നും. എന്തോ ആയാലും ഞാനത് വ്യക്തമായിട്ട് ഓർക്കുന്നില്ല പണ്ട് പഠിച്ചതൊക്കെ. അപ്പം അതിന് ഇങ്ങനെ വെച്ചവർ ഇപ്പം അതോ തെറ്റിദ്ധരിച്ച് ഇങ്ങനെ വെച്ചതാണെന്നോ. അവിടെ മൃഗങ്ങളുണ്ടായിരുന്നു, ആടുണ്ടായിരുന്നു, മാടുണ്ടായിരുന്നു, ഒട്ടകമുണ്ടായിരുന്നു, മറ്റു അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അവർ സഞ്ചരിച്ചത്. മറ്റുള്ളതുണ്ടായിരുന്നു എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഇടയന്മാർ താമസിച്ചിരുന്നതൊക്കെ വളരെ ദൂരെയാണ്, കുറച്ചൊക്കെ ദൂരെയാണ്, അല്ലാതെ അവിടെ തന്നെ തൊട്ടടുത്തല്ല. അപ്പോൾ ഇതൊന്നും വരാനുള്ളതല്ല സാഹചര്യം. അപ്പോൾ അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണ്. ഈ പുൽത്തൊട്ടിയിലെന്ന് പറഞ്ഞാൽ അതൊക്കെ തിന്നാനുള്ള ഭക്ഷണം, ഈ ആനിമൽസിനുള്ള അത് സൂക്ഷിക്കുന്ന ഒരു ഫീഡിങ് ട്രഫ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് സൂക്ഷിച്ചിരിക്കുന്നതാണ്. അത് വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കും, അല്ല മോശമായിട്ടല്ല. അവിടെ മൂത്രവും അല്ലെങ്കിൽ ചാണകവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ വാടയും മൃഗങ്ങളുടെ വാടയും ഒന്നുമില്ല. അതൊക്കെ എടുത്ത് മൃഗങ്ങളെ തീറ്റിക്കാനുള്ളത് അവിടെ എടുത്ത് കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ തെറ്റായിട്ട് ചിലർ വിചാരിക്കുന്നുണ്ട്. അത് തെറ്റാണ്. നമ്മൾ പുൽക്കൂടുണ്ടാക്കുമ്പോൾ ഇതെല്ലാം ഭംഗിക്ക് വേണ്ടി അതൊക്കെ വയ്ക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ കിടത്തി അവർക്ക് അവിടെ എന്താ കാരണം പറയുന്നുണ്ട്, അവർക്ക് സത്രത്തിൽ സ്ഥലം ലഭിച്ചില്ല. സത്രത്തിൽ സ്ഥലം ലഭിക്കുന്നതിന്
അവരുടെ കയ്യിൽ ഒരുപക്ഷെ പണമില്ലായിരുന്നിരിക്കാം എന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് അതൊക്കെ കുറച്ചുകൂടെ പൊലിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ തികഞ്ഞു പോയി. ഇവർ വരാൻ ഇച്ചിരി താമസിച്ചിട്ട് സത്രത്തിൽ സ്ഥലമില്ലായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അല്ല, പണമില്ലായിരുന്നൊന്നുമല്ല, സ്ഥലമില്ലാഞ്ഞുകൊണ്ട്. അത് പണം കരുതാതെ പോകത്തില്ലല്ലോ ആരായാലും, അതുകൊണ്ടായിരുന്നു. അപ്പം അത് സ്ഥലമില്ലാഞ്ഞുകൊണ്ട് അവിടെ സത്രത്തിൽ ഇടം ലഭിച്ചില്ല. സാഹചര്യം വന്നപ്പോൾ, പ്രസവിക്കുന്ന സമയമായപ്പോൾ ഒഴിഞ്ഞ ഭാഗത്ത് അവിടെ പ്രസവിച്ച് കാണണം. അതിന് മറ്റ് നമ്മൾ പറഞ്ഞ് ഫലിപ്പിക്കുന്നതിനും കൂടുതൽ പറയുന്നതിന് അങ്ങനെയൊക്കെ കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതിന് അവസ്ഥകൾ ഇതൊക്കെയാണ്. അതിനു വേണ്ടിയൊക്കെ ആയിരിക്കണം അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾക്ക് ഈ ഭാഗം കൊണ്ട് ഇന്നത്തെ കാര്യം ഉപസംഹരിക്കാം. അടുത്ത തവണ നമുക്ക് എടുക്കുന്ന അടുത്ത എപ്പിസോഡിൽ ആട്ടിടയന്മാരുടെ ലഭിച്ച സന്ദേശം നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാം. അപ്പോൾ അവിടെ ദൈവത്തെ കാണണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ചിന്തിക്കാം. ദൈവത്തെ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? താഴ്മയുള്ളിടത്ത് പോകണം. പുൽത്തൊട്ടിയിലല്ലാതെ സത്രത്തിലെ വലിയ ആഡംബര മുറികളിലൊന്നുമല്ല പോകേണ്ടുന്നത്. ആ ഒരു ഭാഗം കൂടെ ഇവിടെ നമുക്ക് ചിന്തിക്കാം. താഴ്മയുള്ളിടത്ത്, താഴ്ന്ന സ്ഥലത്ത്, അതായത് മനുഷ്യൻ അങ്ങനെ ആയിരിക്കാൻ ആഗ്രഹിക്കാത്തടത്ത്, അതിനെ ആരും ഇഷ്ടപ്പെടാത്ത സ്ഥലത്ത് ദൈവം അവിടെ ഉണ്ട്. ദൈവത്തെ അവിടെ കാണാൻ സാധിക്കും. അങ്ങനെയുള്ളിടത്ത് നമ്മൾ ദൈവത്തെ കാണാൻ ശ്രമിക്കണം എന്നിവിടെ ഒരു ദൈവശാസ്ത്രം കൂടെ ലൂക്ക ഇവിടെ അവതരിപ്പിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. അത് താഴ്മയുള്ളിടത്താണ്. അപ്പം താഴ്മയുള്ള സ്ഥലമാണ് അതൊക്കെ. കാരണം മനുഷ്യരുടെ ഭാഗമല്ല, അങ്ങനെയുള്ള ഒരു സൗകര്യമാണ് ഇവിടെ. ദൈവം പ്രത്യേകമായിട്ട് ദൈവപുത്രന് വേണ്ടി പ്രത്യേകമായിട്ട് സൗകര്യങ്ങളൊന്നും ഒരുക്കിയിട്ടില്ല. ദൈവം പോലും അവിടുന്ന് മാറി നിന്നത്. കാരണം മനുഷ്യൻ അതുവരെ ഉണ്ടായിരുന്ന ഒരു ദൈവശാസ്ത്രമല്ല പിന്നിങ്ങോട്ട് ക്രിസ്തുവിൻ്റെ ജനനം മുതൽ, ആ സാഹചര്യം മുതൽ ഇങ്ങോട്ട് കാണുന്നത്. മനുഷ്യൻ ഏറ്റവും താഴ്മയുള്ള സ്ഥലത്താണ് ദൈവം ഉള്ളത് എന്ന് അവിടെ ദൈവത്തെ കാണുന്നതിനും അറിയുന്നതിനും ഏറ്റവും താഴ്മയുള്ളവർക്കേ പറ്റത്തുള്ളതാണ്. ആട്ടിടയരുടെ കാര്യമൊക്കെ പറയുന്നത്, ആദ്യം ആട്ടിടയരെയാണ് അറിയിച്ചതെന്നൊക്കെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്നത്തെ ഭാഗം ഉപസംഹരിക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ കാര്യങ്ങളോ ഉള്ളവർക്കുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിൽ വിളിക്കുകയും ചെയ്യാം. വിളിച്ച് ചോദിച്ചാൽ ഞാൻ കുറച്ചുകൂടെ വിശദമായിട്ടൊക്കെ പറഞ്ഞു തരാൻ സാധിക്കും. അതുകൊണ്ട് അത് ഗ്രഹിക്കുന്നതിനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിനും ശ്രദ്ധിക്കണേ. കാരണം എല്ലാവരും ഒന്ന് അറിയട്ടെ. ഏകദേശമൊക്കെ പല കാര്യങ്ങളിതിൽ തെറ്റിദ്ധരിച്ച് ആളുകൾ വെച്ചിരിക്കുന്നത് എനിക്കറിയാം. എൻ്റെ ഇവിടെ നമ്മളെല്ലാവരും തന്നെ എല്ലാവരും തന്നെ സമൂഹത്തിൽ പലയിടത്തും തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുള്ളതാണ് ഇതൊക്കെ. പ്രസവിക്കുന്നിടം വരെ അവളെ അറിഞ്ഞില്ല. ആ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ച് അവിടെ കിടത്തി. പിന്നെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് എന്നൊക്കെ, അതായത് പഴന്തുണി അല്ലെ കീറത്തുണി എന്നൊക്കെ, പഴന്തുണി ആയിരിക്കണമല്ലോ, നല്ല തുണി തന്നെ ആയിരിക്കുമല്ലോ കുഞ്ഞിനെ പൊതിയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിനിവിടെ നമ്മൾ പലപ്പോഴും പറഞ്ഞ് ഫലിപ്പിക്കുന്നതും ആരാധനയിൽ പറ്റും. പലപ്പോഴും പല വിധത്തിലാണ് ഇല്ലായ്മ കാണിക്കുന്നതിന്. അങ്ങനെ ഓരോന്നൊക്കെ പറയും. നല്ല തുണിയൊന്നും കിട്ടിയില്ല, ഏതാണ്ട് തുണി കൊണ്ടാണ്. പിള്ളക്കച്ച എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളതല്ല, എല്ലാ കുഞ്ഞുങ്ങളെയും പൊതിയുന്ന തുണിയാണ്. പുൽത്തൊട്ടി എന്ന് പറയുമ്പോൾ തൊഴുത്തല്ല, അത് മനസ്സിലാക്കണം. അതും കൂടാണ് പറയാം. അവിടെ അങ്ങും കന്നുകാലികളൊന്നും ഉള്ളതല്ല, യാത്ര ചെയ്യുന്ന കുതിര ഈ ഒട്ടകത്തിൻ്റെ പുറത്ത്, കഴുതപ്പുറത്തുമൊക്കെയാണ്. അപ്പം പ്രിയപ്പെട്ടവരെ, നമുക്കിപ്പോൾ സംഹരിക്കാം. ഈ കാര്യങ്ങൾ ഒന്ന് ഓർമ്മയിരിക്കുക. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിന് അത് മറന്നു പോകരുത്. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സർവശക്തനുമായ കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് ഈ സമയം തന്ന് അനുഗ്രഹിച്ചിരുന്ന ഈ വചനങ്ങൾ എല്ലാവരുടെയും ഹൃദയത്തിൽ പതിയുന്നതിനും അവിടുന്ന്
അവരെ പ്രാപ്തരാക്കണമേ. കേൾക്കുന്നതിനും അത് ഗ്രഹിക്കുന്നതിനും കഴിയണമേ. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിനും അവർക്ക് ബോധ്യപ്പെടുത്തുന്നതിനും എല്ലാവർക്കും സാധിക്കണം. എല്ലാവരിലും അവിടുത്തെ പരിശുദ്ധാത്മാവെ അവിടുത്തെ ആ ജ്ഞാനം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സ്തോത്രം. ഹല്ലേലൂയ. നന്ദി യേശുവേ സ്തോത്രം. അതുപോലെ എല്ലാ രോഗങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. രോഗങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്നവരുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞവരുണ്ട്. ഓരോ കാര്യങ്ങൾ ഞാൻ പ്രതിയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളും നിങ്ങളെ ചുറ്റുപാടുമുള്ളവരിലും നിങ്ങളുടെ ഭവനങ്ങളിലുള്ളവരിലും എല്ലാം നിങ്ങൾ അവർക്ക് വേണ്ടി രോഗികൾക്ക് വേണ്ടി നല്ലപോലെ അത് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. അതിൻ്റെ ഫലം തീർച്ചയായിട്ടും ഉണ്ടാകും. ആ ദൈവത്തിൻ്റെ അരൂപിയിലായിരുന്നു പ്രാർത്ഥിക്കുക. 5-10 മിനിറ്റ് എടുത്താൽ മതി. അതുപോലെ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്ദി നന്ദി യേശുവേ സ്തോത്രം. സ്തോത്രം. സ്തുതിക്കുന്നു സ്തോത്രം. ഹല്ലേലൂയ. നന്ദി 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 കർത്താവേ സ്തോത്രം. കർത്താവേ എല്ലാ രോഗികളെയും എല്ലാവരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാവരുടെയും വേദനകളും പ്രയാസങ്ങളും എല്ലാം പ്രതിസന്ധികളും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആവശ്യങ്ങളെല്ലാം മുമ്പിൽ വയ്ക്കുന്നു. അവയെല്ലാം അവിടുന്ന് ഞങ്ങൾക്ക് എല്ലാം തന്നു എന്നുള്ള ആ പ്രത്യാശ അവിടുന്ന് ഞങ്ങൾക്ക് തരുന്നതിനായിട്ട് കർത്താവെ അവിടുത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവ് പ്രത്യാശ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, നമ്മൾ കിട്ടിക്കഴിഞ്ഞിട്ടുള്ളതല്ല, കിട്ടി എന്നുള്ളതാണ്. അത് ലഭിച്ചു, അതാണ് പ്രത്യാശ. നമ്മൾക്കില്ലാത്തത് നമുക്ക് ഉണ്ടായി എന്നുള്ളതാണ് ആ പ്രത്യാശ എന്ന് പറയുമ്പോൾ. കിട്ടിയത് കഴിഞ്ഞതല്ല പ്രത്യാശ. അപ്പോൾ കിട്ടി എന്നുള്ളതാണ്, ദൈവത്തിൽ നിന്ന് നമ്മൾക്കത് ലഭിച്ചു എന്നുള്ളതാണ്. ആ ലഭിച്ചതിന് അവിടുത്തെ അങ്ങനെ പറഞ്ഞ് വേണം കർത്താവിനെ സ്തോത്രം ചെയ്യാൻ, സ്തുതിക്കാൻ. നമുക്ക് ലഭിച്ചതിന് അവിടുത്തേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്ന പിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അവിടുത്തേക്ക് സ്തുതിയും സ്തോത്രവും പുകഴ്ചയും മഹത്വവും അർപ്പിക്കുന്നു. സ്തോത്രം. അവിടുത്തെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.